ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0 +2 അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 3 നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് പ്രോബ്ലംസ് ആയിട്ടാണ് വീഡിയോ വന്നിരിക്കുന്നത്. ചാപ്റ്റർ 3 എന്ന് പറയുമ്പോൾ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആണ് കേട്ടോ. അല്ലാതെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഇൻക്ലൂഡിങ് അല്ല. അതുകൊണ്ട് തന്നെ ചാപ്റ്ററിൻ്റെ നെയിം ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ അഡ്മിഷൻ ആയിരിക്കാം, റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പിലെ അഡ്മിഷൻ ആയിരിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻക്ലൂഡിങ് അല്ലാതെയാണ് മിസ് 3 എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അത് 4ാം പാഠമാണ്. അപ്പോൾ പാഠത്തിൻ്റെ പേര് ശ്രദ്ധിക്കുക, റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്കൊരു 9 മാർക്കിൻ്റെ ഒക്കെ വെയിറ്റേജ് ഫൈനൽ എക്സാമിനുണ്ട്. 9, 10 ആ റേഞ്ചിലൊക്കെ മാർക്കിന് വെയിറ്റേജ് ഫൈനൽ എക്സാമിനുണ്ട്. ഇതിൽ വലിയ 8 മാർക്കിൻ്റെ പ്രോബ്ലം എന്ന് പറയാൻ നിങ്ങൾക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. അഡ്മിഷൻ്റെ പോലത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ തയ്യാറാക്കുക, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക തന്നെ ഉള്ളൂ. അത് നിങ്ങൾ അഡ്മിഷൻ്റെ ചെയ്താൽ മതി. ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് റിട്ടയർമെൻറ്റ് ചോദിച്ചാൽ അഡ്മിഷൻ ചെയ്താൽ മതി. ഇതിലെ അതല്ലാതെ, അതായത് 8 മാർക്കിൻ്റെ മിസ് പറഞ്ഞ പ്രോബ്ലം അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ തിയറി അധികം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വല്ലാണ്ട് തിയറി ഒന്നും ഈ പാഠത്തിലുള്ള ജേർണൽ എൻട്രി ആണ് മെയിനായിട്ട് വരുന്നത്. ഈ പാഠത്തിലെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജേർണൽ എൻട്രി ആണ്. അപ്പോൾ ആ ജേർണൽ എൻട്രി സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും. നിങ്ങൾ പഠിക്കേണ്ട ജേർണൽ എൻട്രി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ജേർണൽ എൻട്രീനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട്, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുന്നുണ്ട്. +1 പ്ലസ് ഇമ്പ്രൂവ്മെൻറ്റ്, +1 ക്രാഷും ഒപ്പം ഇമ്പ്രൂവ്മെൻറ്റുകാർക്കും. അതേപോലെ +2 നമ്മൾ ക്രാഷ് ബാച്ച്, +2ൻ്റെ ക്രാഷ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 മന്തോ 30 ഡേയ്സൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവും. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാം അരച്ച് കലക്കി നിങ്ങൾക്ക് തരും, എല്ലാ രീതിയിലും ആവശ്യമുള്ളത്, മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പോൾ ആ ബാച്ചൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് മിസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ജേർണലും എല്ലാം പ്രോബ്ലം ആണ് കേട്ടോ, പ്രോബ്ലം വൈസ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഗൈനിങ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം, 2 മാർക്കിന് വരും. റീവാലുവേഷൻ അക്കൗണ്ട് 3 മാർക്കിന് സെപ്പറേറ്റ് ചോദിക്കാം. ലോൺ അക്കൗണ്ട് 4 മാർക്കിന് ചോദിക്കുന്ന പ്രോബ്ലം ആണ്. ഡിസീസ്ഡ് പാർട്ട്ണർ, റിട്ടയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 5 മാർക്കിന് ചോദിക്കാം. ജേർണൽ എൻട്രി 3 മാർക്കിന് ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗെയിനിങ് റേഷ്യോ, റീവാലുവേഷൻ അക്കൗണ്ട്, ദെൻ ലോൺ അക്കൗണ്ട് ആണ്. ഡിസീസ്ഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് സെപ്പറേറ്റ് നമ്മളൊരൊറ്റ വീഡിയോ ചെയ്യുന്നുണ്ട്, കാരണം നല്ല ഡീറ്റെയിൽ ആയി പറയേണ്ട കാര്യമാണ്. അതേപോലെ ജേർണൽ എൻട്രി, നിങ്ങൾ പഠിക്കേണ്ട ജേർണൽ എൻട്രീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ, അപ്പോൾ അതിൽ ജേർണൽ എൻട്രിയുടെ അതും പോകും. അപ്പോൾ ജേർണൽ എൻട്രി മാത്രം നോക്കേണ്ടവർക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ അതും നല്ല എളുപ്പമാണ്, എൻട്രി മാത്രം പഠിച്ച് അപ്ലൈ ചെയ്താൽ മതി. അതേപോലെ ഡിസീസ്ഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും നമ്മൾ ഇതേപോലെ ഡീറ്റെയിൽ ആയി നിങ്ങൾക്കൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 പ്രോബ്ലംസ്, ഇപ്പോൾ ഈ 3 പ്രോബ്ലംസിന് തന്നെ നമുക്ക് അത്യാവശ്യം മാർക്കാണ്. റീവാലുവേഷൻ അക്കൗണ്ടും ലോൺ അക്കൗണ്ടും ഗെയിനിങ് റേഷ്യോ ഒക്കെ നമുക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ A, B, C എന്ന് പറഞ്ഞ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ A റിട്ടയർ ആവാണ്, അല്ലെങ്കിൽ Aക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 1:1:1 എന്ന് പറഞ്ഞ റേഷ്യോ ഉള്ള ആൾക്കാർ പിന്നീട് Bയും Cയും മാത്രമായിട്ട് ചുരുങ്ങാണ്. അപ്പോൾ ഇവർക്ക് എന്താണ്, ഒരു നേട്ടമാണ് അവിടെ സംഭവിക്കുക അല്ലേ. അവരെ മുന്നേ 3 പേര് ഷെയർ ചെയ്ത് 2 പേരായിട്ട് ഷെയർ ചെയ്താൽ മതി. അതാണ് ഈ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ചോദ്യങ്ങൾ നോക്കാം. ആദ്യമായിട്ടൊരു ചോദ്യം നമുക്ക് നോക്കി നോക്കാം. റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം ആയിട്ടത്. പ്രണവ്, പിങ്കി, പ്രസാദ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. ദർ ബാലൻസ് ഷീറ്റ് ഐറ്റംസ്, നമുക്ക് ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് തന്നിട്ടുണ്ട്. ക്യാഷ്, ഡെറ്റേഴ്സ്, ഇൻവെൻട്രീസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഗുഡ്വിൽ, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ്, പേബർ, റിസർവ്, ക്യാപിറ്റൽ തന്നിട്ടില്ല, കാരണം നമുക്കത് ആവശ്യമല്ല അല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രണവ് റിട്ടയർ, പ്രൊവിഷൻ ഈസ് നോട്ട് റിക്വയർഡ്, അതായത് പ്രണവ് റിട്ടയർ ചെയ്യാണ്, പ്രൊവിഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രിപ്പയർ വാല്യുവേഷൻ അക്കൗണ്ട് 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ഒരാൾ റിട്ടയർ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിട്ടയറിൻ്റെ സമയത്ത് റീവാലുവേഷൻ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യേണ്ടത്.
റിവാലുവേഷൻ അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ 8 മാർക്കിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിലത്തെ അഡ്മിഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അത് കാണാത്തവർ കാണാം. പക്ഷേ ഇങ്ങനൊരു റിവാലുവേഷൻ അക്കൗണ്ട് റിട്ടയർമെൻറ്റ് സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂസ് റീവാല്യൂ നടത്തുന്ന ഒരു അക്കൗണ്ടാണ് എന്ത്? റിവാലുവേഷൻ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവും. ഒരേ ഒരു എമൗണ്ടുകളാണ് ഉണ്ടായിരിക്കുക, ഒരേ ഒരു എമൗണ്ടുകളാണ്. പിന്നെ നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് നോക്കുക. ഓൺലി അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ അസറ്റിൻ്റെ വാല്യൂ കൂടി എന്ന് തോന്നിയാൽ ഇവിടെയും, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞ് എന്ന് കഴിഞ്ഞ് തോന്നിയാൽ ഇവിടെയും എഴുതാം. അതേപോലെ ലൈബിലിറ്റീസ് കുറഞ്ഞാൽ ഇവിടെ എഴുതാം, ലൈബിലിറ്റീസ് കൂടിയാൽ ഇവിടെ എഴുതാം. ഇത് മാത്രം മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ, ബാലൻസിങ് ഫിഗർ ഇവിടെ റിട്ടയർമെൻ്റ് ആണ് അല്ലേ. റിട്ടയർമെൻറ്റ് സമയത്ത് ഓൾ പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കുക. റിട്ടയർമെൻറ്റ് സമയത്ത് ഇത് മാത്രമാണ് ഒരു ഡിഫറൻസ്. എല്ലാ പാർട്ട്നേഴ്സിനും റിട്ടയർ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ആർക്ക് മാത്രമേ കൊടുക്കുള്ളൂ? ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം കൊടുക്കുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു ഒരേ ഒരു എമൗണ്ടുകളെ വരച്ചിട്ട് അക്കൗണ്ട് വരയ്ക്കുക. ഹെഡിങ് ഒക്കെ കൊടുക്കുക കേട്ടോ. ഡെബിറ്റ്, ക്രെഡിറ്റ്, ദെൻ റീവാലുവേഷൻ അക്കൗണ്ടിൽ നിന്ന് ഹെഡിങ് ഒക്കെ കൊടുക്കുക. റീവാലുവേഷൻ അക്കൗണ്ടിൽ നിന്ന് ഹെഡിങ് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? പർട്ടിക്കുലേഴ്സും റുപ്പീസും ആണ് കേട്ടോ. കുറേ കുട്ടികൾക്ക് ഇതറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കൂടി പറഞ്ഞാൽ മിസ് ചെയ്യുന്ന പറയുന്ന കുട്ടികളുണ്ട്. പർട്ടിക്കുലേഴ്സ് ദെൻ റുപ്പീസ്. ഓക്കെ, എമൗണ്ടുകളും അത്രയുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് വായിക്കണം. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് വായിക്കാം. ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ? പ്രൊവിഷൻ ഈസ് നോട്ട് റിക്വയർഡ്. എന്താ അതിൻ്റെ മീനിങ്? പ്രൊവിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി ആണ്, മനസ്സിലാക്കുക. പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി ആണ്. പ്രൊവിഷൻ കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് അവിടെ പ്രൊവിഷൻ ഉണ്ടായിരുന്നോ നോക്കാം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രൊവിഷൻ ഒരു 5000 രൂപ പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രൊവിഷൻ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? പ്രൊവിഷൻ്റെ ആവശ്യമില്ല, പ്രൊവിഷൻ ക്യാൻസൽ ചെയ്യാണ്. സോ പ്രൊവിഷൻ എന്ന് പറഞ്ഞ ലൈബിലിറ്റി കുറഞ്ഞു. ഓക്കെ, ഇങ്ങനെ മനസ്സിലാക്കണം. ലൈബിലിറ്റി നമുക്ക് അവിടെ കുറഞ്ഞു. പ്രൊവിഷൻ എന്ന് പറഞ്ഞ ലൈബിലിറ്റിന് കൊടുക്കണ്ട, പ്രൊവിഷൻ കുറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ വാല്യൂ കുറയാന്നാണ് പറയുന്നത്. ഫർണിച്ചർ, പ്ലാന്റ്, ഇപ്പം അത് രണ്ടും എന്താണ്? അസറ്റാണ്. അപ്പം അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു. പ്രൊവിഷൻ കുറഞ്ഞു മീൻസ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു. ക്രെഡിറ്റേഴ്സ് റൈറ്റ് ഓഫ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈബിലിറ്റി ആണ്. ലൈബിലിറ്റി റൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ തന്നെയാണ് മീനിങ്. അതിൻ്റെ ആവശ്യമില്ല, കുറഞ്ഞു. അപ്പം ലൈബിലിറ്റി ഇവിടെ കുറഞ്ഞു. അപ്പം ലൈബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ എവിടെ എഴുതാറ്? ലൈബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എഴുതാറ്? ഡെബിറ്റ് സൈഡ്. ലൈബിലിറ്റി പിന്നെയും കുറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ്. ഇത്രയാണ് നമുക്ക് എഴുതാറുള്ളത്. അപ്പോൾ പ്രൊവിഷൻ ഈസ് നോട്ട് റിക്വയർഡ്. എമൗണ്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കണം ബാലൻസ് ഷീറ്റിലുള്ള 5000 നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ലൈബിലിറ്റി കുറഞ്ഞു. ലൈബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ ഈ സൈഡിലാണ് എഴുതുക. ലൈബിലിറ്റി കൂടിയാൽ ഇവിടെ, ലൈബിലിറ്റി കുറഞ്ഞാൽ ഇവിടെ. ഈ സൈഡിൽ വന്നിട്ട് നമ്മൾ ബൈ പ്രൊവിഷൻ നമുക്ക് എമൗണ്ട് 5000. ഓക്കെ, നമ്മൾ കുറഞ്ഞ എമൗണ്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഫർണിച്ചർ 5%, പ്ലാന്റ് ആൻഡ് മെഷീനറി 10%. ഫർണിച്ചർ 50,000 ആണ്, അതിൻ്റെ 5%. അപ്പോൾ നമ്മൾ നോക്കാം നമ്മൾ ഫർണിച്ചറിന് എത്രയാണ് എമൗണ്ട് എന്ന്. അപ്പോൾ 50,000 ഇൻറ്റു 5%. നമുക്ക് 2500 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫർണിച്ചറിൻ്റെ വാല്യൂ കുറയാണ്. ഈ സൈഡിൽ വരുന്നു ടു ഫർണിച്ചർ. ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡിപ്രീസിയേഷൻ ഒന്നും ഒരാൾ എഴുതരുത് കേട്ടോ. കാരണം എന്താണ്? അതിൻ്റെ വാല്യൂ കുറഞ്ഞു. 2500 നമുക്ക് എങ്ങനെ വന്നത്? അതിലെ 50,000 ഇൻറ്റു 5% തന്നെ ഇടാം. അത് കഴിഞ്ഞു അവിടെ തന്നെ നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? നമുക്ക് എമൗണ്ട് ഉള്ളത് 42,000 ആണ്. 42,000ൻ്റെ 10% ആണ്. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ 4,200 വന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാണ്? ക്രെഡിറ്റേഴ്സ് റൈറ്റ് ഓഫ്. ക്രെഡിറ്റേഴ്സ് എഴുതി തള്ളുക. എത്ര ക്രെഡിറ്റേഴ്സ്? 50,000 രൂപയാണ് ക്രെഡിറ്റേഴ്സ്. ആ 5,000 രൂപയാണ് നമുക്ക് എഴുതി തള്ളാനായിട്ട് പറഞ്ഞിരിക്കുന്നത്.
50,000 നിന്ന് 5,000. അപ്പോൾ ആ ചേഞ്ച് എമൗണ്ട് മാത്രം, ലയബിലിറ്റി പിന്നെയും കുറഞ്ഞു. നമ്മൾ ഈ സൈഡിൽ വന്നിട്ട് ക്രെഡിറ്റേഴ്സിന് എഴുതുന്നു. എത്രയാണോ കുറയ്ക്കേണ്ടത് അത് നമ്മൾ അവിടെ എഴുതുക, 5,000 രൂപ. ഓക്കെ, ഇപ്പം നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ എഴുതി കഴിഞ്ഞു. പിന്നീട് നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് ബാലൻസ് ചെയ്യുക. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ ഈ സൈഡാണ് കൂടുതൽ എമൗണ്ട് വരിക, 10,000. 10,000-ൽ നിന്ന് നമ്മൾ ഈ സൈഡ് മൈനസ് ചെയ്യണം. 10,000 ഈ സൈഡിൽ നമുക്ക് മൈനസ് കുറവുള്ളത് 2,500 കുറയ്ക്കാം, 4,200 കുറയ്ക്കാം. അപ്പം നമുക്ക് 3,300 വരും. ഇതെന്ത് ചെയ്യണം? ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കണം. അതായത് എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കണം. നമ്മൾ റിട്ടയർമെൻറ്റിൽ എല്ലാവർക്കും കൊടുക്കുക പാർട്ട്നേഴ്സ് ക്യാപിറ്റലൊക്കെ. 3 പാർട്ട്നേഴ്സാണ് നമുക്കുള്ളത്, പ്രണവ്, പിങ്കി ആൻഡ് പ്രസാദ്. ഇതിൽ പ്രണവാണ് പോകുന്നത്. അവരുടെ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3:2:1 ആണ്. അപ്പോൾ 3/6 2/6. അപ്പോൾ നമ്മളത് ഈ ഒരു എമൗണ്ട് ഇൻറ്റു 3/6, 3,300 ഇൻറ്റു 2/6, 3,300 ഇൻറ്റു 1/6, ഇങ്ങനെ നമ്മൾ വീതിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, ഓരോരുത്തർക്കും നമ്മൾ കാണണം കേട്ടോ. ഇൻറ്റു 3/6 1650. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം കേട്ടോ, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം. 1,100, 550. ഇതാണ് റിവാലുവേഷൻ അക്കൗണ്ട് അണ്ടർ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. റിട്ടയർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കണം, ഓൾ പാർട്ട്നേഴ്സ് റിട്ടയർമെൻറ്റിൽ കേട്ടോ. അഡ്മിഷൻ്റെ സമയത്തായിട്ട് ആവശ്യമില്ല, അഡ്മിഷൻ്റെ സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ABCR partners B retire from the firm on the date of retirement. ₹45,000 due to him. ANC promised to pay the amount in 3 yearly equal installment including 12% interest per annum. Prepare B's loan account. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അതായത് എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. അതിൽ ബി റിട്ടയർ ചെയ്യുകയാണ്. ഇവരെ റേഷ്യോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. പിന്നെ മാത്രമല്ല, റിട്ടയർ ചെയ്യുന്ന സമയത്ത് ബിക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്? 45,000 രൂപ ആൾക്ക് കൊടുക്കാനുണ്ട്. ആ 45,000 രൂപ എയും സിയും പറയുകയാണ്, ഞങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ തരാനില്ല, നിനക്ക് ഞങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ കുറേശ്ശെ ആയിട്ട് തന്നോളാം, ഇയർലി കുറേശ്ശെ എമൗണ്ട് തന്നോളാം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ബിയോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്തായാലും സ്വാഭാവികമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടാവാം, ഇൻട്രസ്റ്റിൻ്റെ കാര്യം വേണ്ടേ, കാരണം കുറേ കാലയളവിന് ശേഷമല്ലേ നമുക്ക് ആ പൈസ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ 12% ഇൻട്രസ്റ്റും കൂടി നിനക്ക് തരാം എന്ന് നമ്മൾ പറയുകയാണ്. അങ്ങനെ 3 വർഷം ഈ 45,000 രൂപ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വിത്ത് ഇൻട്രസ്റ്റോട് കൂടി കാണിക്കുന്ന ലോൺ അക്കൗണ്ട് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കേ ഉണ്ടാവുള്ളൂ? ബിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബി എൽ റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ ബിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് മുന്നേ നമ്മൾ ഒരു വർക്കിംഗ് നോട്ടിൽ എമൗണ്ട് കണ്ടുപിടിക്കുക. 45,000 രൂപ 3 കൊല്ലങ്ങളായിട്ട് കൊടുക്കുമ്പോൾ 15,000 രൂപ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇയറിൽ കൊടുക്കണം വേണ്ടേ? ഫസ്റ്റ് ഇയറിൽ 15,000 രൂപ കൊടുക്കണം. സെക്കൻഡ് ഇയറിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇതേ 15,000 കൊടുക്കണം. തേർഡ് ഇയറിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇതേ 15,000 കൊടുക്കണം. ഇത് മാത്രം കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടൊക്കെ പ്ലസ് 12% ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം. അപ്പോൾ ഓരോ കൊല്ലം നമ്മൾ 15,000 രൂപയാണ് കൊടുക്കുക എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കി വെക്കുക ഈ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ. എന്നിട്ട് നമ്മൾക്ക് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നോർമൽ അക്കൗണ്ട് ഒരെണ്ണം വരയ്ക്കുക, ബിക്ക് മാത്രം ഓരോ എമൗണ്ടുകളും വെച്ചിട്ട്. ഇപ്പം നമ്മൾ നോർമലായിട്ടൊരു അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും കൊടുക്കാൻ മറക്കരുത്. ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തില്ലെങ്കിൽ നമുക്കതൊരു അക്കൗണ്ട് ആവില്ല കേട്ടോ. ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ബി റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ബീസ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. അതിനുശേഷം നിങ്ങൾക്ക് പർട്ടിക്കുലേഴ്സ് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ആൻഡ് JFN റുപ്പീസ്, ഇതാണ് നമ്മൾ ഓർഡർ കേട്ടോ. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JFN റുപ്പീസ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബിയുടെ ക്യാപിറ്റലിലേക്കാണല്ലോ ക്യാഷ് കൊടുക്കേണ്ടത്. ബിക്കുള്ള ക്യാഷ് കൊടുക്കേണ്ടത് ബീസ് ക്യാപിറ്റൽ എത്ര രൂപ ഫസ്റ്റ് ഇയറിൽ അയാൾക്ക് കൊടുക്കാറ്. ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഇടാം കേട്ടോ. ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇടാം. നമ്മൾ ബിക്ക് കൊടുക്കാനുള്ള കാശ് ആദ്യം ഇതാ ബൈ
ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അയാളുടെ കാശ്, അയാൾക്ക് നമുക്ക് എത്ര രൂപ നമ്മൾ കൊടുക്കാനുണ്ട്? ആദ്യം 45,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ഇനി അത് മാത്രമാണോ നമ്മൾ കൊടുക്കണേ? അല്ല, അതിൻ്റെ ഇൻട്രസ്റ്റ്, കൊടുക്കാനുള്ള കാശിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. 12%. 12% ഏതിൻ്റെ 12% നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഈ 45,000-ന്റെ 12% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 45%-ന്റെ 12%. 45,000 5,400, അതായത് 45,000 ഇൻറ്റു 12%. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എടുത്തു, എമൗണ്ട് എഴുതി. ഈ ലാസ്റ്റ് ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇയറിൻ്റെ ലാസ്റ്റ് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ്. അത് നമ്മൾ ഈ സൈഡിൽ വന്ന് ടു ക്യാഷ്. എത്ര രൂപ അയാൾക്ക് നമ്മൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ 15,000 രൂപ വെച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഇൻട്രസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 5,400 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായി? ബിക്ക് കൊടുക്കാനായിട്ട്. അല്ലാതെ 15,000 മാത്രമേ കൊടുക്കരുത്, അയാൾക്ക് നമ്മൾ ഒന്നും കൂടി കൊടുക്കാനുണ്ട്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു, അതായത് കൊടുക്കാനുള്ള കാശിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മളതിനെ ബാലൻസ് ചെയ്യുന്നു. അതിൽ നിന്ന് അവർക്ക് കൊടുക്കാനുള്ള കാശ് അങ്ങോട്ട് കൊടുക്കുക. 45,000 പ്ലസ് 4,500 നമ്മളിത് ബാലൻസ് ചെയ്യാൻ പോവാണ് കേട്ടോ. 15,400, രണ്ട് സൈഡിലും 15,400 വരും. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുത്ത കാശ് നമ്മൾ മൈനസ് ചെയ്യാം. കൊടുത്ത കാശ് എന്ന് പറഞ്ഞാൽ 20,400 ആണ്. നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30,000 രൂപ കിട്ടും. ഇതാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? ആ കൊല്ലം അവസാനം നമ്മൾ കൊടുക്കാനുള്ള ബാലൻസ്. അത് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ. രണ്ടാമത്തെ വർഷമായി. രണ്ടാമത്തെ വർഷം നമ്മൾ അയാൾക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്? രണ്ടാമത്തെ വർഷം നമ്മൾ 30,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്? അതിൻ്റെ ഇൻട്രസ്റ്റ് അപ്പം തന്നെ കണ്ടുപിടിക്കുക. ഇൻട്രസ്റ്റ് 12%, അതായത് 30,000 ഇൻറ്റു 12%. നമ്മൾ ഇതേപോലെ ഈ എമൗണ്ട് കണ്ടുപിടിക്കുക. 30,000 ഇൻറ്റു 12% കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1152 ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുകയാണ്? സെക്കൻഡ് ഇയറിൽ നമ്മൾ ഇതേപോലെ ക്യാഷ് കൊടുത്തു, ടു ക്യാഷ്. എത്ര രൂപ കൊടുക്കണം? 15,000 രൂപ പ്ലസ് 1152. ഈ 1152 എവിടുന്നാ വന്നത്? നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് അല്ലേ? ഇതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് 15,000 രൂപയുടെ കൂടെ നമ്മൾ കൊടുക്കുന്നതാണ് ഇൻട്രസ്റ്റ് എമൗണ്ട്. അപ്പോൾ 16,152 രൂപ വരും. നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ കൊല്ലം കഴിഞ്ഞു. രണ്ടാമത്തെ കൊല്ലം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡാണ് കൂടുതൽ വരിക അല്ലേ? കാരണം ഇവിടെ നമുക്ക് 30,000 രൂപ കിടക്കണം. അപ്പോൾ നമ്മൾ ആ സൈഡ് കൂട്ടുന്നു. 30,000 പ്ലസ് 1,152 നമുക്ക് 31,152 രൂപ വരും. ആ 31,152 രൂപയും നമ്മൾ ഈ 16,152 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 15,000 രൂപ വരും. ഇത് നമ്മുടെ സെക്കൻഡ് ഇയറിൽ അയാൾക്ക് കൊടുക്കാനുള്ള ബാലൻസ് ക്യാരി ഡൗൺ ആണ്. അത് തേർഡ് ഇയർ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതി. ബാലൻസ് BD ബാലൻസ് ബ്രോ ഡൗൺ പറഞ്ഞിട്ട് 15,000 എഴുതി. ഇതിൻ്റെ 12% ഇൻട്രസ്റ്റ് അപ്പം തന്നെ കാണാം. കാരണം നമ്മളപ്പോൾ കൊടുക്കാനുണ്ട്, ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്. അതിൻ്റെ 12% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 15,000 ഇൻറ്റു 12%. 15,000 ഇൻറ്റു 12% കാണാം. ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഈ വർഷത്തെ കാര്യം കഴിഞ്ഞു. തേർഡ് ഇയറിലേക്ക് എത്തി. തേർഡ് ഇയറിൽ നമ്മൾ അയാൾക്ക് ക്യാഷ് കൊടുക്കുകയാണ്. 15,000 രൂപ പ്ലസ് 1,800 രൂപ, 16,800 രൂപ നമ്മൾ കൊടുത്തു. എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. നമ്മൾ തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 16,800 ഇവിടെയും വരും. ഇവിടെ നമുക്ക് 16,800 വരും. ഇവിടെ നമുക്ക് ബാലൻസ് ഇല്ല. കണ്ടോ? തേർഡ് ഇയർ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് ബാലൻസ് വരാനായിട്ട് പാടില്ല. കാരണം എന്താണ്? ലാസ്റ്റ് ഇയറിൽ നമ്മൾ എമൗണ്ട് ക്ലോസ് ചെയ്തു. എമൗണ്ട് ക്ലോസ് ആക്കി അക്കൗണ്ട് ക്ലോസ് ചെയ്തു. കണ്ടോ? ഇത് എഴുതി വയ്ക്കുന്നത് വേണ്ട കേട്ടോ, പറഞ്ഞു തന്നതാണ്. ഓരോ വർഷം നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഇൻട്രസ്റ്റ്. ഇവിടെ നിങ്ങൾ ക്യാഷ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഇത് എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റ് വരില്ല, എത്ര കൊടുക്കാനുള്ളതുണ്ടെന്ന് എഴുതും. പക്ഷെ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് വരണം? അവിടെ ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നും 15,000 അത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആണ് കൊടുക്കാൻ പാടുള്ളൂ എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ മാത്രം മതി. സിമ്പിളായിട്ട് ഈ 4 മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊരു 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പറഞ്ഞാൽ 5 കൊല്ലത്തിന് ചെയ്യും. ഇതിലിപ്പോൾ 1, 2, 3 എന്നാണോ ആ ഒരു എമൗണ്ട് ക്ലോസ് ആവുന്നത്, ടാലി ആയി പോകുന്നത്, അവിടെ വരെയാണ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 മാർക്ക് ഉറപ്പായി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. JKL ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1:1. കെ റിട്ടയർ, കാൽക്കുലേറ്റ് ഗെയിനിങ് റേഷ്യോ. നല്ല എളുപ്പമുള്ള ചോദ്യമാണ് കേട്ടോ, നമുക്ക് ജേർണൽ എൻട്രിക്കൊക്കെ ആവശ്യമാണിത്. ജെയും കെയും എല്ലും പാർട്ട്നേഴ്സ് ആണ്, 2:1:1 ആണ് അവരുടെ റേഷ്യോ. അതിൽ കെ റിട്ടയർ ചെയ്യാണ്. കെ റിട്ടയർ ചെയ്താൽ ബാക്കി ഞാനുള്ളൂ ജെയും എല്ലും. അപ്പോൾ അതിൻ്റെ ന്യൂ റേഷ്യോ എത്രയായിരിക്കും? 2:1 ആയിരിക്കും. മനസ്സിലായോ? 2:1 എങ്ങനെ കിട്ടിയെന്ന്? കെയുടെ ഷെയർ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ റേഷ്യോ വിത്ത് ജെ ആൻഡ് എൽ വന്നു. ഇനി ഇതിൽ ഗെയിനിങ് റേഷ്യോ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിന്, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ഗെയിൻ ഉണ്ടാവുള്ളൂ. അതായത് ജെക്കും എല്ലിനും ആണ് നമുക്ക് ഗെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടേക്ക് എത്രത്തോളം ഗെയിൻ കിട്ടി നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് ന്യൂ മൈനസ് ഓൾഡ് റേഷ്യോ. ഇതാണ് നമ്മുടെ റേഷ്യോ, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പോൾ നമ്മൾ ജെയുടെ ന്യൂ റേഷ്യോ എത്രയായി? ന്യൂ റേഷ്യോ 2:1, ഓൾഡ് 2:1:1. അപ്പം ജെയുടെ ന്യൂ റേഷ്യോ നമ്മൾ ആദ്യം നോക്കുക. ജെയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് ന്യൂ 2/3 മൈനസ് ഇത് ഓൾഡ് 2/4. ഇതെങ്ങനെ മൈനസ് ചെയ്യുക? 2/3 2/4 മൈനസ് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പം നമ്മൾ ഈ 4നെ ഇവിടെ ഇൻറ്റു ചെയ്യുക, മേലെ ഇൻറ്റു ചെയ്യുക. ഇവിടുത്തെ 3നെ ഇവിടെ ഇൻറ്റു ചെയ്യുക, മേലെ ഇൻറ്റു ചെയ്യുക. എന്തിനാണെന്നറിയോ? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്തത് കേട്ടോ. ഡിനോമിനേറ്റർ സെയിം ആക്കാം. എന്നിട്ട് നമുക്കപ്പോൾ എത്ര കിട്ടി? 3 2 6. ഇവിടുത്തെ 4ന് 4 കേട്ടോ. 4 8/12 മൈനസ് 6/12. കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നതിനെ മേലും ഇവിടെ ഉണ്ടായിരുന്നതിനെ ഇപ്പുറത്തും. അത് ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവണം? ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ആണെന്നും അതുപോലെ തന്നെ സെയിം ഡിനോമിനേറ്റർ ആണെന്നും നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് ജെയുടെ കിട്ടി. ഇതേപോലെ എല്ലിൻ്റെ എങ്ങനെ കാണാം? എല്ലിൻ്റെ ഷെയർ 1/3 മൈനസ് 1/4 ആണ്. ഈ 4 കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യുക, ഈ 3 കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യുക. താഴെ ചെയ്യുമ്പോൾ മേലെയും ചെയ്യണം. ഇതൊക്കെ ഒരു റൂളാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 10th 3/12 നമുക്ക് 1/12 കിട്ടും. അപ്പോൾ ഇവരുടെ റേഷ്യോ 2/12:1/12. 12 പോയി കഴിഞ്ഞാൽ 2:1 ആണ് ഇവരുടെ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ന്യൂ റേഷ്യോ 2:1 തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? ന്യൂ റേഷ്യോ വിൽ ബി ഈക്വൽ ടു ഗെയിനിങ് റേഷ്യോ. കണ്ടോ? നമ്മളിത് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വരും, അതായത് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വരാറുണ്ട് ന്യൂ റേഷ്യോ ഗെയിനിങ് റേഷ്യോ ഒക്കെ. 2 മാർക്ക് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ എനിക്ക് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഗെയിനിങ് റേഷ്യോ തെറ്റിക്കരുത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്കൊരു 2 മാർക്ക് 2 4 6 മാർക്ക് 6 4 10 മാർക്കിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കിട്ടും അല്ലേ? റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട്, അതുപോലെ തന്നെ ഗെയിനിങ് റേഷ്യോ. നമ്മളിനി ഇതിലൊരു വലിയൊരു ചോദ്യം 5 മാർക്കിന് എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് റിട്ടയർ ചെയ്തു പോകുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ജേർണൽ എൻട്രി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. റിട്ടയർമെൻറ്റ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ നല്ല പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നല്ല പോലെ നിങ്ങൾക്ക് വൈകാതെ വീഡിയോ വരും. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.